ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് നാടൻ രീതിയിലുള്ള വാഴപ്പിണ്ടിയും പയറും തോരൻ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് പയറെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ പയർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിടണ്ട കേട്ടോ. ഞാൻ അത് വേവാൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ പിണ്ടി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതുമേലൊരു ഞാരുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചിർക്കിലില്ലേ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള ഞാരുകളൊക്കെ നമുക്ക് കമ്പിൽ പോരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചിർക്കിലിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എല്ലാ ഞാറുകളെയും ഈ ഈർക്കിലിമേൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ ഈ സമയം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത പിണ്ടി ഉണ്ടല്ലോ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയറടപ്പത്തിട്ടപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനതിന് 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നല്ല പോലെ തന്നെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ചതച്ചെടുത്തില്ലേ അത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പൊട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പിണ്ടിയും പയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് ഞാൻ ഉണങ്ങിയ പോലെ ആക്കി എടുക്കണില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.